السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഈ ഒരു പോസ്റ്ററിൽ ഇതിൽ വിവരിച്ച 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് അറബിയിലായതുകൊണ്ട് അതിലൊന്ന് വിവരിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായിട്ട് അതിൽ ചൊന്നത് ഒരു മനുഷ്യർക്ക് 3-4 എത്ര മുസീബത്തുകൾ, ഒരു 4 എത്ര 3 കാര്യങ്ങൾ, 3 മുസീബത്ത്, 3 ബലാഹുകൾ. പക്ഷെ മനുഷ്യൻ അത് കണക്കിലെടുക്കില്ല. ജാവും പോലായിട്ട് അവനക്ക് ഈ 3 അവനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും അവന് ഉൾക്കൊള്ളില്ല, അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളില്ല എന്നായിട്ട്. എന്താ ഒന്നാമത്തെ അൽ ഇബ്തിലാഉൽ അവ്വലു ചൊന്നിട്ട് കൊടുത്ത് ഒന്നാമത്തേത് അവൻ്റെ ആയുസ് ഓരോ നാളും കുറഞ്ഞു വന്നു. അപ്പോൾ ഓരോ നാളും കഴിയുമ്പോൾ ഞങ്ങളുടെ ആയുസ്സിൽ നിന്ന് ആയിട്ട് ഇതിങ്ങനെ ഓരോ സെക്കൻഡ് ഓരോ മിനിറ്റുകളൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ ആയുസ്സിൽ നിന്നായിട്ട് ചുരുങ്ങിയോണ്ട് പോകണ്ടേ. പക്ഷെ അത് മനുഷ്യൻ വില വെക്കില്ല. അതേ സമയത്ത് അവൻ്റെ പൈസ കുറഞ്ഞു പോയെങ്കിലോ എത്ര ബേജാറില്ല അവിടെ, അല്ലേ? പൈസ ഉണ്ടല്ലെങ്കിൽ നാളുണ്ടാക്കാം, പക്ഷെ ആയുസ് തിരിച്ചെടുക്കുക ഉള്ള ഇതായിട്ട് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ ചെന്നത് അൽ ഇബ്തിലാഉ സാനി, രണ്ടാമത്തെ ബലാ ചെന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ റിസ്കിൽ നിന്ന് എല്ലാ നാളും അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുടെ ആഹാരവും തിന്നോണ്ടിരിക്കുക. അതാ ഇൻകാന ഹലാലൻ സുഇല അൻഹു, അത് ഹലാലായ റിസ്കെങ്കിൽ അവിടെ ഒരു ചോദ്യമുണ്ട്. വൈൻകാന ഹറാമാണെങ്കിലോ ഊഖിബലി, അതിന് മേലെ ശിക്ഷയുമുണ്ട്. ലാ യദ്രി ആഖിബത്തുൽ ഹിസാബ്, ഹിസാബുടെ അവസാനം, അവൻ്റെ അല്ലാഹു തആല ഹിസാബ് എടുത്തതിന്റെ അവസാനം എന്ത് എന്നത് അവന് പ്രത്യേക. അപ്പൊ ഹലാലായ റിസ്കെങ്കിൽ എവിടേക്കെടുത്ത് എത്രത്തിന്റെ എന്താക്കി എന്നുള്ളൊരു ഹിസാബും കൂടി ഉണ്ട്. ഹറാമാണെങ്കിലോ അത് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ രണ്ടാമത്തേത് നാളും അള്ളാഹുടെ റിസ്ക് അവൻ സേവിച്ചോണ്ടുള്ള എന്നതായിരിക്കും. മൂന്നാമത്തെ ബല എന്തേ ഫീ കുല്ലി യൗമിൻ യദുനു മിനൽ ആഖിറതി ഖദ്റൻ, ഓരോ നാളും ആഖിറത്തുക്ക് അവൻ അടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളെ ഒരു നാൾ കഴിയുമ്പോൾ ആഖിറത്തുക്ക് ഒരു നാൾ ഞങ്ങൾ മുട്ടായിട്ടുണ്ട്. ഞങ്ങളെ ആയുസിൽ നിന്ന് ഒരു നാൾ കുറഞ്ഞോണ്ട് വേണ്ടേ. അതാ ദുനിയാവിൽ നിന്ന് ഓരോ നാളും അവന് ദൂരാക്കാൻ പോകുന്നു. പക്ഷേ അവൻ ആഖിറത്തെ കാര്യത്തിൽ അവൻ ബേജാറില്ലാവില്ല. പക്ഷേ ദുനിയാവുടെ കാര്യത്തിൽ അവനക്ക് ടെൻഷനുണ്ട്, ആഖിറത്തെ കാര്യത്തിൽ അവനക്ക് ടെൻഷനില്ല. അവൻ്റെ മടക്കം സ്വർഗത്ത് പോലെ നരകത്ത് പോലെ പോകുന്നില്ല. അപ്പൊ ഈ 3 കാര്യം ചെന്നത് അല്ലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കത് എല്ലാ ടൈമിൽ ഇത് ആയോണ്ടിരിക്കണമെന്നിട്ടിരിക്കണം. ഓരോ സെക്കൻഡ് പോകുമ്പോൾ ആയുസ് ഞങ്ങൾക്ക് കുറഞ്ഞോണ്ട് പോണ്ടേ, ആഖിറത്ത് ഞങ്ങൾ മുട്ടായിട്ട് പോണ്ടേ, അള്ളാഹുടെ റിസ്ക് ഞങ്ങൾ സേവിച്ചോണ്ടില്ല. അപ്പോൾ ഓരോ മനുഷ്യരും ഓരോ നാളും ഇത്. പക്ഷെ അതിൽ ഞാൻ നോക്കും ആയുസ് ഓരോ 4 കഴിയുമ്പോൾ ഈ 4 കഴിഞ്ഞതിൽ അവന് ബേജാറാവില്ല. പക്ഷെ അവൻ്റെ ഓരോ 4 തീർന്നു പോയതിൽ അവന് ബേജാറാവില്ല, പൈസ തീർന്നു പോയതിൽ അവൻ ബേജാറായോണ്ടിരിക്കുക. അപ്പൊ ആഖിറത്തെ വിഷയത്തിൽ അവൻ ബേജാറില്ല, ദുനിയാവുടെ വിഷയത്തിൽ അവൻ ബേജാറില്ല. ഒരുപാട് ചിന്തിക്കുന്ന വിഷയങ്ങളായിട്ടിരിക്കുന്നത് ഈ അറബിയിലുള്ളത് കൊണ്ട് അതൊന്ന് ഞങ്ങളുടെ ഭാഷയിൽ ഒന്ന് വിവരിക്കുക എന്നായിട്ടിരിക്കണം. അപ്പോൾ അത് ഞങ്ങൾ ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട ഒരു കാര്യമായിരിക്കും. അള്ളാഹു അവൻ്റെ താഴത്തിലായി ദീർഘായുസ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. സജ്ജനങ്ങളിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.